വിശന്നു വലഞ്ഞ കുറുക്കൻ ആദ്യം കണ്ടത് കയ്യാലപ്പുറത്ത് നിൽക്കുന്ന പൂവൻകോഴിയാണ്. കുറുക്കൻ തൻ്റെ അടവ് പുറത്തെടുത്തു. കോഴിയോട് പറഞ്ഞു, നിന്റെ അച്ഛൻ്റെ ശബ്ദം വളരെ മനോഹരമാണ്. ഞാൻ പല പ്രാവശ്യം ആ ശബ്ദം കേട്ട് ആസ്വദിച്ചിരുന്നിട്ടുണ്ട്. നിനക്ക് അത്ര മധുരമായി പാടുവാൻ കഴിയുമോ? പൂവൻകോഴി പറഞ്ഞു, അച്ഛനേക്കാൾ മധുരമായി ഞാൻ പാടും. എങ്കിലൊന്ന് കേൾക്കട്ടെ. ചിറകൊക്കെ ഒതുക്കി കണ്ണടച്ച് കൂവാനായി തയ്യാറെടുത്തപ്പോഴത്തേക്ക് ആ ഒറ്റ നിമിഷത്തിൽ കുറുക്കൻ പൂവൻകോഴിയെ തൻ്റെ വായ്ക്കുള്ളിലാക്കി. കടിച്ചു പിടിച്ചുകൊണ്ട് ആ ഗ്രാമത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ ആ ഗ്രാമത്തിലെ ഒരുപാട് പട്ടികൾ കുറുക്കൻ്റെ പുറകെ കൂടി. പ്രാണരക്ഷാർത്ഥം കോഴിയുമായി കുറുക്കൻ ഓടിപ്പോവുകയാണ്. കോഴി പറഞ്ഞു, ഈ നായ്ക്കളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ അവരോട് ഉറക്കെ വിളിച്ചു പറയുക, ഇത് നിങ്ങളുടെ ഗ്രാമത്തിലെ കോഴിയല്ല, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ വരണ്ടായിരുന്നു. അത് കേട്ട് അത് പറയുവാൻ കുറുക്കൻ വാ തുറന്ന മാത്രയിൽ കോഴി രക്ഷപ്പെട്ടു. ജീവിതത്തിൽ ഇതുപോലെയാണ്. പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ പാനിക്കാകുകയല്ല വേണ്ടത്. മറിച്ച് ആ പ്രതിസന്ധിയെ തന്മയത്വമായി കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവനും ജീവിതവും സുരക്ഷിതമാകുക. ശരിയല്ലേ? എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.